എല്ലാ പ്രിയപ്പെട്ട ഗുരുക്കന്മാർക്കും ലോക അധ്യാപക ദിന ആശംസകൾ നേരുന്നു. ഇന്ന് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ഒരു അധ്യാപകൻ ആരായിരിക്കണം എന്നുള്ള ഏറെ പ്രസക്തമായ ഒരു ചോദ്യം ലോക അധ്യാപക ദിനമായ ഇന്ന് ചോദിച്ചാൽ അതിനാരൊക്കെ എന്തൊക്കെ മറുപടി നൽകിയാലും അത് പൂർണ്ണമാകില്ല എന്നതാണ് സത്യം. എത്രയൊക്കെ വിശാലമായി ചിന്തിച്ചാലും വിവരിച്ചാലും പൂർണ്ണമാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് ഗുരു. ഗുരു എന്നത് ഒരു ഭാവം തന്നെയാണ്. ഭാവം എന്നാൽ അഹംഭാവമല്ല, മറിച്ച് മുന്നിലിരിക്കുന്ന കുട്ടികളുടെ മനസ്സ് തിരിച്ചറിയാനുള്ള കഴിവ് എന്ന ഭാവമാണ്. ഗുരു തിരിച്ചറിവിന്റെ യഥാർത്ഥമായ ഭാവമാണ്. ഓരോ കുട്ടിക്കും സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തി അതനുസരിച്ച് കുട്ടികളോട് സംവദിക്കാൻ കഴിയുന്ന ഉത്തമ ഗുരുനാഥനായി മാറുവാൻ ആധുനിക കാലഘട്ടത്തിലെ അധ്യാപക സമൂഹത്തിന് സാധിക്കണം എന്നു തന്നെയാണ് ഇന്നേ ദിവസം എനിക്ക് ഓർപ്പിക്കാനുള്ളത്. അധ്യാപകൻ എന്നാൽ ഓർഡിനറി അധ്യാപകനല്ല, വെറും സാധാരണക്കാരനല്ല, മറിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം. അസാധാരണമായ ഒരു വൈഭവമുള്ളവനായിരിക്കണം അധ്യാപകൻ. എക്സ്ട്രാ ഓർഡിനറി എന്ന് ഉദ്ദേശിച്ചതിന് അർത്ഥം കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും കാലത്തിന്റെ മാറ്റങ്ങളെ അംഗീകരിച്ച് അതനുസരിച്ച് സ്വയം മാറുവാനും കാലത്തിനപ്പുറത്തേക്കുള്ള ചിന്തകളുടെ വിശാലമായ ലോകത്തേക്ക് കുരുന്നുകളെ ഉയർത്തിവിടാൻ കഴിയുന്ന അസാധാരണമായ വൈഭവം അധ്യാപകന് ഉണ്ടാകണം എന്ന് തന്നെയാണ്. ഓർഡിനറി എന്നതിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്വയം സമയോചിതമായി വരുത്തുവാൻ അധ്യാപകന് സാധിക്കണം. അതിന് മനസ്സും ശരീരവും പവിത്രതയോടെ ഒരുങ്ങണം. ഷുഗറും സോൾട്ടും ചേരുന്നതാകണം അധ്യാപകൻ, മധുരവും ഉപ്പും ചേർന്നത്. ഷുഗർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഓരോ അക്ഷരങ്ങളും എടുത്താൽ S stands for sincere, U for understanding, G for God fearing, A for affectionate, R for responsible. അതാണ് ഷുഗർ, അതാണ് മധുരം. സോൾട്ട് എന്നാൽ S stands for supportive, A for attractive, L for loving, T for talented. Salt. ഷുഗർ പ്ലസ് സോൾട്ടായി മാറുവാൻ അധ്യാപകർ പരിശ്രമിക്കണം. പരിശ്രമം മാത്രം പോരാ, അത് കൈവരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ താമസമില്ലാതെ കുട്ടികളുടെ മനസ്സിൽ നിന്ന് നാം പുറന്തള്ളപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നാളെ ഒരു കാലത്ത് നിങ്ങളെ ഏറെ സ്വാധീനിച്ച ഏറ്റവും നല്ല അധ്യാപകൻ ആരായിരുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടാൽ നാം പഠിപ്പിച്ച കുട്ടികൾ നമ്മുടെ പേര് പറയുന്നുണ്ടോ എന്ന് സ്വയം അധ്യാപകർ ചോദിക്കണം. അല്ലെങ്കിൽ എൻ്റെ പേര് ആ കുട്ടികൾ പറയുമോ എന്ന് അധ്യാപകർ സ്വയം ആലോചിക്കുക. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്നെ സ്വാധീനിച്ച ഏറ്റവും മികച്ച അധ്യാപകൻ ഇന്ന ആളായിരുന്നു എന്ന് നമ്മുടെ പേര് പറയത്തക്ക വിധത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുക എന്നുള്ളതായിരിക്കണം ഈ ലോക അധ്യാപക ദിനത്തിൽ ഓരോ ഗുരുക്കന്മാരുടെയും ചിന്ത. അങ്ങനെ മാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും ഒരിക്കൽ കൂടി ലോക അധ്യാപക ദിനത്തിന്റെ മംഗളങ്ങൾ നേരുകയാണ്. സോൾട്ട് പ്ലസ് ഷുഗർ, ഷുഗർ പ്ലസ് സോൾട്ടായി മാറുവാൻ മധുരവും ഉപ്പും ചേർന്ന് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല അധ്യാപകരായി നമുക്ക് മാറാം. ആ മാറ്റത്തിന് ഇന്ന് തുടക്കം കുറിക്കാം. നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം ബിനു തങ്കച്ചൻ.